ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ APL കാർഡുകാർക്ക് അനുവദിച്ചിട്ടുള്ള 10 കിലോ അരി, അത് 150 രൂപക്ക്, ഒരു കിലോക്ക് 15 രൂപ നിരക്കിൽ റേഷൻ കടയിൽ നിന്നും വാങ്ങാവുന്ന സർക്കാർ അനുവദിച്ചിട്ടുള്ള അരിയെക്കുറിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിരുന്നു. അതിൽ ഒരുപാട് കമൻറ്റുകൾ, ഒരു 1,00,000-ത്തോളം ആളുകൾ കണ്ട ആ വീഡിയോയിൽ മിക്കവാറും കമൻറ്റുകൾ അതിന് നെഗറ്റീവായി കൊണ്ടായിരുന്നു. അത് അവർക്ക് ആവശ്യമില്ല, ഇങ്ങനൊരു ഔദാര്യം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. അപ്പോൾ ഞാനും ആലോചിച്ചപ്പോൾ സത്യം തന്നെയാണ്, ഇങ്ങനൊരു അരി റേഷൻ കട വഴി കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പശ്ചാത്തലത്തിൽ. കാരണം വീട്ടിൽ അടച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനൊരു സൗജന്യം കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം 2 കിലോമീറ്റർ പോയിട്ട് റേഷൻ വാങ്ങിക്കൊണ്ടുവരേണ്ട ആളുകൾക്ക് ഒരു ഓട്ടോ വിളിച്ച് റേഷൻ വാങ്ങി വരണമെങ്കിൽ 50-60 രൂപ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇവർക്ക് ഈ അരിയുടെ വില എത്രയായി? 200 രൂപക്ക് മുകളിലായി. അപ്പോൾ ഇവർക്ക് 10 രൂപ നിരക്കിൽ അരി വാങ്ങാൻ ഇവരുടെ തൊട്ടടുത്തുള്ള പലചരക്ക് കടയിൽ പോയാൽ ഒരു 300 രൂപ കൊടുത്താൽ അരി കിട്ടും. അപ്പോൾ ഇത്തരത്തിലൊരു സൗജന്യം നൽകിയിട്ടുള്ളൊരു സഹായം ഇവർക്ക് വേണ്ടിയിരുന്നില്ല എന്നാണ് മിക്കവാറും ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ദയനീയ അവസ്ഥയാണത്. APL കാർഡുകാരോട് ഈ സമയത്ത് എന്തിനാണ് സർക്കാർ ഇങ്ങനെ കാണിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇതൊരു പ്രതിഷേധമായിട്ടെടുക്കാം. കാരണം ഈ ഒരു ലോക്ക്ഡൗണിൽ ഇറങ്ങിപ്പോയവരാണ് എല്ലാവരും. ഏകദേശം റേഷൻ കാർഡുള്ള APL കുടുംബങ്ങൾ 50 ലക്ഷത്തോളമുണ്ട്. അതിലൊരു 30 ലക്ഷത്തോളം പാവപ്പെട്ടവരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അധികാരികൾ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. എത്ര രൂപ പല വകുപ്പുകളിൽ പല കാര്യങ്ങളിലായിട്ട് നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പാവപ്പെട്ട ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി സൗജന്യമായിട്ട് ആദ്യം നൽകിയ പോലെ തന്നെ സൗജന്യമായിട്ട് 5-15 കിലോ വെച്ച് നൽകാമായിരുന്നു. എന്നാൽ ഈ വിമർശനങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പട്ടിണി മാറ്റാനല്ലേ ഈ അരി ഇവർ ചോദിക്കുന്നത്? അത് സർക്കാർ, അത് അധികൃതർ മനസ്സിലാക്കേണ്ടതായിരുന്നു. ദൗർഭാഗ്യവശാൽ അവർ മനസ്സിലാക്കിയത് ഇവർക്ക് ഇങ്ങനെ കൊടുത്താൽ മതി എന്നാണ്. ഈ വിഭാഗം അനുഭവിക്കുകയല്ലാതെ വേറെ വഴിയൊന്നുമില്ല എന്നാണ് അധികൃതർ പറയുന്നത്. എന്തായാലും നീലക്കാർഡുകാർക്കില്ല പല വ്യഞ്ജന കിറ്റ്, സൗജന്യ കിറ്റ് ഈ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെ വിതരണമുണ്ടാകും എന്നൊരു ചെറിയ ആശ്വാസം അവർക്കുണ്ട്. അത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി അങ്ങോട്ടെങ്കിലും അധികാരികൾ ഈ ഒരു കാര്യത്തിലൊരു ശ്രദ്ധ വേണം. കാരണം APL കാർഡ് എന്ന് പറയുന്നത് കോടീശ്വരന്മാരല്ല, സാധാരണക്കാരാണ്. അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരാണ്. വെള്ള കാർഡുകൾ, എനിക്ക് ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു. രോഗികളാണ്, വാടക വീട്ടിലാണ്, രോഗികളാണ്. പല കമൻറ്റുകളും നമുക്ക് സങ്കടം തോന്നുന്ന കമൻറ്റുകളും, കമൻറ്റ് വായിച്ചിട്ട് കണ്ണം തോന്നുന്ന, മനസ്സ് വേദനിക്കുന്ന ഒരവസ്ഥ എൻ്റെ ഈ റേഷൻ സംബന്ധമായ വീഡിയോകൾ ചെയ്യുമ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങളാണ്. അത് ഈ APL കുടുംബങ്ങൾ, APL കാർഡുള്ള ആളുകൾ എഴുതിയ കമൻ്റ് കൊണ്ടാണ്. പല രൂപത്തിലും പല വിധത്തിലും കാശ് ചെലവാക്കുന്ന നമ്മുടെ സർക്കാരുകൾ ഈ കാര്യത്തിലൊരു ശ്രദ്ധ വേണ്ടിയിരുന്നു എന്നാണ്. ഈ കാര്യത്തിൽ ഒരു ചെറിയ ശ്രദ്ധ ഇവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നാണ് ഈ എളിയവൻ്റെ അഭ്യർത്ഥന. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. ഈ ഒരു ദയനീയ അവസ്ഥ നിങ്ങളുമായി പങ്കുവെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.